നമ്മളുടെ ലൈഫിൽ ചിലപ്പോൾ നമ്മൾ ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ? ചിലപ്പോൾ നമ്മളുടെ റിലേറ്റീവ്സ് ആവും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആവും, അങ്ങനെ ആരെങ്കിലുമൊക്കെ ആവും. അതേപോലെയുള്ളൊരു സുഹൃത്തിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ നമ്മൾ പോണത്. ഏട്ടൻ്റെ സുഹൃത്താണ്. ഒരു 20 വർഷമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് അവർ തമ്മിലുള്ളത്. അപ്പോൾ 20 വർഷങ്ങൾക്ക് ശേഷം അവർ ഒരുമിച്ച് ഇപ്പോഴാണ് നാട്ടിലുണ്ടായിട്ടുള്ളതും കണ്ടുമുട്ടിയതും ഒക്കെ കേട്ടോ ഈ ഒരു സമയത്ത്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര അങ്ങോട്ടേക്കാണ്. മഴക്കാലമായതുകൊണ്ട് തന്നെ പോകുന്ന വഴിയിൽ ചെറിയ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ സിറ്റി വഴിയല്ല പോയത്, അതുകൊണ്ടാണ് കേട്ടോ ഈ വെള്ളമൊക്കെ. പക്ഷേ യാത്രകൾ ആസ്വദിക്കാൻ എപ്പോഴും എളുപ്പം ഇങ്ങനെയുള്ള വഴികളാണല്ലോ. അങ്ങനെ ഞങ്ങൾ ഒരു 1.25-2 മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം ഞങ്ങളവിടെ എത്തി. അപ്പോൾ വീടെത്തിക്കഴിഞ്ഞു. അപ്പോൾ നിൽക്കുന്നതാണ് കേട്ടോ അവിടുത്തെ അപ്പു. അവൻ ഭയങ്കര പ്രത്യേകതകളൊക്കെ ഉള്ളൊരു ആളാണ് കേട്ടോ. അപ്പോൾ എല്ലാ ജീവജാലങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിയുണ്ട്. എന്നാലും ഇവൻ്റെ എന്താ പറയുക, പെരുമാറ്റം കണ്ടിട്ട് ഞങ്ങൾ അന്തം വിട്ട് നിൽക്കുകയാണ്. അവൻ ആ വീട്ടിലത്തെ ഒരു അംഗം പോലെ തന്നെയാണ് അവൻ്റെ എന്താ പറയുക, അവൻ്റെ ചേഷ്ടകളൊക്കെ കേട്ടോ. എന്തായാലും അപ്പു അടിപൊളിയാണ്. കുറേ ചിരിക്കാനും അവൻ അവസരം ഒരുക്കി തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ ഈ മാവോ തെങ്ങോ എന്തെങ്കിലുമൊക്കെ കയറാൻ പറ്റുന്നതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കയറി പറമ്പിലൊക്കെ ഇറങ്ങിയിട്ടാണല്ലോ നമ്മൾ വരിക. അത് പ്രകാരം അവിടെ നിന്ന് എന്തൊക്കെ പൊട്ടിക്കാൻ പറ്റും അങ്ങനെയുള്ളതൊക്കെ തപ്പിയിട്ട് നടക്കുകയാണ്. മഴക്കാലം ആയതുകൊണ്ട് കുറച്ച് കുറവാണ്, നമുക്ക് അത്രയ്ക്ക് പറ്റിയുള്ളൂ. കാരണം പറമ്പിലേക്കൊന്നും ഇറങ്ങാൻ വയ്യാത്തൊരവസ്ഥയാണല്ലോ മഴക്കാലത്ത്, അതുകൊണ്ട് മാത്രം. അപ്പോൾ അവിടെയുള്ള എന്താണ് ആ പഴത്തിൻ്റെ പേര് ഞാൻ മറന്നു, അത് പറിച്ച് നോക്കുക. പക്ഷെ കഴിക്കാനായിട്ടുള്ളതൊന്നും കിട്ടിയില്ല. അപ്പോൾ പക്ഷേ നമുക്ക് ചക്ക കിട്ടി കേട്ടോ. അവിടെ അപ്പുറത്തെ പ്ലാവ് മുറിച്ച കാരണം സ്നേഹത്തോടെ നമുക്ക് ചക്കയൊക്കെ കിട്ടി. അങ്ങനെ ചക്കയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ യാത്ര പറഞ്ഞ് തിരിച്ചിറങ്ങുന്ന വഴി അവിടെ അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്ത് പോയതാണ്. നമ്മളുടെ ബിയ്യംകെട്ടൊക്കെ പോലത്തെ ഒരു സ്ഥലം. പക്ഷെ നല്ല രസമുണ്ട്. അപ്പോഴത്തേക്കും മഴയൊക്കെ പെയ്തു. അങ്ങനെ എത്രയ്ക്കുള്ളൂ. ഓക്കെ, ബൈ.